അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. എല്ലാവരും ചേർന്ന് പാടട്ടെ. വിമലേ അംബികേ നിന്നുടെ സവിധേ അഭയം തേടി വരുന്നു ഞാൻ. എന്നുടെ അർച്ചന യാചനയെല്ലാം കൈക്കൊള്ളണമേ തായേ നീ, കൈക്കൊള്ളണമേ തായേ നീ. പ്രാർത്ഥനയോടെ ഇരുകരങ്ങളെ ഹൃദയത്തോട് ചേർത്ത് കണ്ണുകൾ അടയ്ക്കുമ്പോൾ പരിശുദ്ധ അമ്മയുടെ നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടമുള്ള ഒരു രൂപം നിങ്ങളുടെ മുൻപിലുണ്ടാകട്ടെ. അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് ഞങ്ങളുടെ കുടുംബത്തെ ചേർത്ത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ഈശോയുടെ പക്കൽ നിന്ന് ഞങ്ങളുടെ കുടുംബത്തിന് ആവശ്യമായ എല്ലാ കൃപകളും അനുഗ്രഹങ്ങളും അമ്മേ വാങ്ങിത്തരണമേ. വിമല സങ്കേതം 3-ാം ദിനത്തിലെ ഈ ശുശ്രൂഷയിലേക്ക് ഞങ്ങൾ പ്രവേശിക്കുമ്പോൾ വചനത്തിലൂടെ ദിവികാരുണ്യ ആരാധനയിലൂടെ ഞങ്ങളുടെ കുടുംബങ്ങളെയും ഞങ്ങളുടെ വ്യക്തി ജീവിതങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുവാൻ അമ്മേ ഞങ്ങൾക്കായി അമ്മ മാധ്യസ്ഥം അപേക്ഷിക്കണമേ. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19-ാം അധ്യായം 9-ാം തിരുവചനം. യേശു അവനോട് പറഞ്ഞു, ഇന്ന് ഈ ഭവനത്തിന് രക്ഷ ലഭിച്ചിരിക്കുന്നു, ഇവനും അബ്രഹത്തിൻ്റെ പുത്രനാണ്. ഈശോമിശിഹായിൽ സ്നേഹം നിറഞ്ഞ മാതാപിതാക്കളെ, പ്രിയമുള്ള സഹോദരങ്ങളെ, വിമല സങ്കേതം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ പ്രതിഷ്ഠിച്ച് പ്രാർത്ഥിക്കുവാനൊരുങ്ങുന്ന 3-ാം ദിനത്തിലെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുക. വലിയ ദൈവാനുഗ്രഹത്തിൻ്റെ ദിവസങ്ങളാണ്. സോയ്ക്ക് നമുക്ക് നന്ദി പറയാം. നമ്മുടെ പൊതുവായ നിയോഗം മനസ്സിലൊന്നോർത്തോ, സമർപ്പിച്ചോ, പ്രാർത്ഥിച്ചോ. ഇന്നത്തെ ജീവിത നിയോഗം, നിങ്ങളുടെ ഇന്നിൻ്റെ ഏത് മേഖലയിലാണ് ഈശോയുടെ അനുഗ്രഹം വേണ്ടത്, പരിശുദ്ധ അമ്മ വഴിയായി ഒന്ന് പ്രാർത്ഥിച്ചോ. ഈശോ അനുഗ്രഹിക്കും തീർച്ചയാണ്. ഈ ശുശ്രൂഷയിൽ എല്ലാവരും പങ്കെടുക്കുന്നുണ്ടല്ലോ അല്ലേ? കുടുംബം ഒന്നിച്ച് നമ്മൾ ഈ ശുശ്രൂഷയുടെ ഭാഗമാകുമ്പോൾ വലിയ ദൈവാനുഗ്രഹം നമ്മുടെ കുടുംബത്തിൽ കടന്നു വരും. കാരണം അത്രയും കൃപയുള്ള വലിയ ദൈവാനുഗ്രഹമുള്ള ശുശ്രൂഷയാണ് ഇത്. ഒത്തിരി പേരുടെ ജീവിത അനുഭവമാണ്. വലിയൊരു ആത്മീയ ഉണർവ് ലഭിച്ചു, പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചു, വിശുദ്ധിയിൽ വളരുവാനായിട്ടുള്ള കൃപ നൽകി ഈശോ അനുഗ്രഹിക്കുന്നതെന്നൊക്കെ ഒത്തിരി സാക്ഷ്യങ്ങൾ ദിവസങ്ങളിലൊക്കെ കാണാനൊക്കെ ആയിട്ട് സാധിക്കുന്നുണ്ട്. അപ്പം പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. ലോകാരൂപിയുടെ മേൽ എങ്ങനെ വിജയം കൈവരിക്കാം? എൻ്റെ അനുദിന ജീവിതത്തിൽ ദൈവപുത്രൻ, അബ്രഹത്തിൻ്റെ മകൻ എന്ന് പറയുന്നത് ദൈവപുത്രനാണ്. അപ്പം ദൈവപുത്ര സ്ഥാനത്തിൽ എങ്ങനെ എനിക്ക് നിലനിൽക്കുവാനും വളരുവാനും പറ്റും? പ്രിയമുള്ളവരെ, നമ്മളെ ഓരോരുത്തരെയും നോക്കി സ്വർഗം പറഞ്ഞ വാക്കുകളാണ്, ഇവനെൻ്റെ പ്രിയപുത്രനാണ്. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 16-17 തിരുവചനങ്ങൾ. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗത്തിൽ നിന്നുണ്ടായ അരുളപ്പാടുകളാണ്. സ്നാനം കഴിഞ്ഞ ഉടൻ യേശു വെള്ളത്തിൽ നിന്നും കയറി. അപ്പോൾ സ്വർഗം തുറക്കപ്പെട്ടു. ദൈവാത്മാവ് പ്രാവിൻ്റെ രൂപത്തിൽ അവൻ്റെ മേൽ ഇറങ്ങി വരുന്നത് അവൻ കണ്ടു. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു എന്ന ഒരു സ്വരം സ്വർഗത്തിൽ നിന്ന് കേട്ടു. പ്രിയമുള്ളവരെ, ജ്ഞാനസ്നാന വേളയിൽ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തെ നോക്കിക്കൊണ്ട് സ്വർഗം പറഞ്ഞ അതേ വാക്കുകളാണിത്. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗത്തിൽ നിന്നുണ്ടായ അരുളപ്പാട് പോലെ തന്നെയാണ് നമ്മുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം സന്തോഷിച്ചത്. ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി, ഇവനിൽ ഇവളിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. വലിയ ദൈവാനുഗ്രഹം നമ്മളിലേക്ക് കടന്നു വന്നതാണ് ജ്ഞാനസ്നാന ശുശ്രൂഷയിൽ. പ്രിയമുള്ളവരെ, ഈ ജ്ഞാനസ്നാന ശുശ്രൂഷ കഴിഞ്ഞ് ജീവിതം ഇങ്ങനെ മുന്നോട്ട് പോയി. ഇപ്പോൾ ഞാനായിരിക്കുന്ന അവസ്ഥയിൽ ഈ ദൈവപുത്ര സ്ഥാനത്താണോ, ദൈവമകൻ്റെ ദൈവമകളുടെ സ്ഥാനത്താണോ ഞാൻ ജീവിക്കുന്നത്? വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 19 സഖ്യവൂസിൻ്റെ ജീവിതം. അവൻ പാപിയായിരുന്നു, ചുങ്കക്കാരനായിരുന്നു. ദൈവ സാന്നിധ്യമാണ് അവനെ
വീണ്ടും അബ്രഹത്തിൻ്റെ മകൻ എന്ന തലത്തിലേക്ക് ഉയർത്തിയത്. എൻ്റെ ജീവിതത്തിലും ഒരുപക്ഷെ ഞാൻ കടന്നു പോകുന്ന എൻ്റെ ജീവിതത്തിൻ്റെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെ ഞാൻ തിരിച്ചറിയുമ്പോൾ ഈ ദൈവമകനെന്ന ദൈവമകളെന്ന സ്ഥാനത്ത് നിന്നും ഞാൻ ദൂരത്തിലാണോ എന്ന ചിന്തയെക്കുറിച്ചാണ് നാം ഇന്ന് ധ്യാനിച്ചു പോകുന്നത്. ബൈബിളിൽ നാം കാണുന്നു ദൈവം തൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവൻ എന്ന് പറഞ്ഞതാ. ആരെക്കുറിച്ചാ? ദാവീദിനെ കുറിച്ച്. ദൈവത്തിൻ്റെ ഹൃദയത്തിന് ഇണങ്ങിയവനായിരുന്നു ദാവീദ്. പക്ഷേ ദാവീദും ദൈവത്തിൽ നിന്ന് അകന്നുപോയി. സാംസനെ കുറിച്ച് നമ്മൾ വായിക്കുന്നതാണ്, ഏറ്റവും ശക്തനായിരുന്നവൻ. പക്ഷേ ദൈവത്തിൽ നിന്ന് അകന്നപ്പോൾ അവൻ്റെ ശക്തിയെല്ലാം ക്ഷയിച്ചുപോയി. അവനെ ശത്രു സൈന്യം ബന്ധിക്കുന്ന അവസ്ഥയിലേക്ക് വരെ കടന്നു വന്നു. അപ്പോൾ പാപം നമ്മളെ ദൈവപുത്ര സ്ഥാനത്ത് നിന്നും അകറ്റും. പാപം നമ്മളെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്നും അകറ്റും. വിശുദ്ധ ഗ്രന്ഥത്തിൽ യെശയ്യാ പ്രവചനം 59 അധ്യായം 2 തിരുവചനം, നോട്ടൊക്കെ ഉള്ളവരൊന്ന് നോട്ട് ചെയ്ത് വെച്ചോട്ടോ, ഒന്ന് എഴുതി വെച്ചോ. ഒരുപക്ഷെ അറിയാവുന്ന വചനമാകുമെങ്കിൽ പോലും, നിന്റെ അകൃത്യങ്ങൾ നിന്നെയും ദൈവത്തെയും തമ്മിൽ അകറ്റിയിരിക്കുന്നു. നിന്റെ പാപം അവിടുത്തെ മുഖം നിന്നിൽ നിന്നും മറച്ചിരിക്കുന്നു. അപ്പം നമ്മുടെ പാപം, നമ്മുടെ തിന്മയുടെ സ്വാധീനം ഉണ്ടല്ലോ, ദൈവസ്ഥാനത്ത് നിന്ന്, ദൈവപുത്ര സ്ഥാനത്ത് നിന്ന് നമ്മളെ അകറ്റിയിരിക്കുകയാണ്. പുറപ്പാടിൻ്റെ പുസ്തകം 32 അധ്യായത്തിൻ്റെ 33 തിരുവചനം. പുറപ്പാട് പുസ്തകം 32 അധ്യായത്തിൻ്റെ 33 തിരുവചനം. എനിക്കെതിരെ പാപം ചെയ്തവനെ എൻ്റെ പുസ്തകത്തിൽ നിന്നും ഞാൻ തുടച്ചു നീക്കും. വീണ്ടും റോമാലേഖനത്തിൻ്റെ 3:23 തിരുവചനം. എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിന് അയോഗ്യരായി. റോമാലേഖനം 3:23. അപ്പം എല്ലാവരും പാപം ചെയ്ത് ദൈവമഹത്വത്തിൽ നിന്ന് പുറത്തായി. പ്രിയമുള്ളവരെ, പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റുകയാണ്. പാപത്തിൻ്റെ ഒന്നാമത്തെ ദുരന്തഫലം, പാപം നമ്മളെ ദൈവത്തിൽ നിന്ന് അകറ്റും. നാം ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണുന്നുണ്ട് ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരുന്ന വലിയൊരു തകർച്ചയെക്കുറിച്ച്. ദൈവം തൻ്റെ ഛായയിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചു. അവൻ ഏകനായിരിക്കുന്നത് നല്ലതല്ല എന്നുകൊണ്ട് അവന് ചേർന്ന ജീവിതസഖിയെ നൽകി. അങ്ങനെ പറുദീസായുടെ സൗഭാഗ്യത്തിൽ, സന്തോഷത്തിൽ മനുഷ്യനായിരിക്കുമ്പോൾ, ആദോഹവയും ആയിരിക്കുമ്പോൾ, പ്രിയമുള്ളവരെ, നാം ഇന്നലെ കണ്ടു, പിശാച് ഒരു കെണി പോലെ കടന്നു വന്ന് പാപം ചെയ്യിപ്പിച്ചു. പാപം ചെയ്തപ്പോൾ ഉൽപ്പത്തിയുടെ പുസ്തകം 3 അധ്യായത്തിൻ്റെ 8 തിരുവചനം. വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവൻ കേട്ടു. പുരുഷനും ഭാര്യയും അവിടുത്തെ മുൻപിൽ നിന്ന് മാറി തോട്ടത്തിലെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു. പുരുഷനും സ്ത്രീയും ദൈവത്തിൻ്റെ ശബ്ദം കേട്ടപ്പോൾ തോട്ടത്തിൽ മരത്തിൻ്റെ ഇടയിൽ ഒളിച്ചു എന്ന് പറഞ്ഞാൽ ദൈവ സാന്നിധ്യത്തിൽ നിന്ന് അകന്നു നിന്നു. ഒരു കൊച്ചു സംഭവം നിങ്ങളുമായിട്ടൊന്ന് പങ്കുവെക്കുകയാണ്. ഒരിക്കലൊരു പോപ്പുലർ മിഷൻ ധ്യാനത്തിൽ ഞാനൊരു വീട് സന്ദർശനത്തിന് പോകുന്ന സമയം ഒരു വീട്ടിലെത്തി. ഞങ്ങളെ വീട് കാണിക്കാൻ വരുന്നവർ സാധാരണ ആ വീടുകളിൽ പ്രവേശിക്കാറില്ല. ഒരു 4-5 മിനിറ്റ് സമയം. അപ്പോൾ അവർക്ക് എന്തെങ്കിലുമൊക്കെ സങ്കടങ്ങളൊക്കെ പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞ് വീട് കാണിക്കാൻ വരുന്നവർ തൊട്ടടുത്ത വീട് ക്രമീകരിക്കുന്നു, ഒരുക്കുന്നു. ഞാൻ ഈ വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട്ടിൽ കുടുംബനാഥ മാത്രമാണ് ഉണ്ടായിരുന്നത്. കുടുംബനാഥൻ ജോലിക്ക് പോയി, മക്കൾ പഠിക്കാനായിട്ട് പോയി. അപ്പോൾ വീടിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഒന്ന് പറഞ്ഞു. ഞാൻ പ്രാർത്ഥിക്കാനായിട്ട് തിരുഹൃദയ രൂപത്തിൻ്റെ മുൻപിലെത്തി. ചേച്ചിയോട് ചോദിച്ചു, ചേച്ചി എന്ത് നിയോഗത്തിന് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കേണ്ടത്? പ്രിയമുള്ളവരെ, ഞാൻ അന്ന് വരെ കേൾക്കാത്തൊരു പ്രാർത്ഥന നിയോഗം, അല്പം ഒരു സങ്കടം തോന്നുന്ന നിയോഗമാണ് ചേച്ചി പറഞ്ഞത്. അച്ഛാ, എൻ്റെ ഭർത്താവ് ഒന്ന് മരിച്ചു പോകാൻ വേണ്ടി പ്രാർത്ഥിക്കണം. അങ്ങനെ പ്രാർത്ഥിക്കാൻ പറ്റില്ലല്ലോ. ആ കുടുംബത്തിൻ്റെ സങ്കടങ്ങളെയൊക്കെ സമർപ്പിച്ച് ആ ഭാര്യയ്ക്കും ഭർത്താവിനും വേണ്ടി, കുടുംബത്തിന് വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ ആ വീട്ടിൽ നിന്നും ഇറങ്ങി തൊട്ടടുത്ത വീട്ടിലേക്ക് പോകുന്ന നേരത്ത് എൻ്റെ കൂടെ വന്ന ചേട്ടനോട് ചോദിച്ചു, ഈ വീട്ടിലെ ചേട്ടൻ ധ്യാനത്തിന് വരുന്നില്ലേ? സഹോദരൻ പറഞ്ഞാ, ഈ യൂണിറ്റിൽ നിന്ന് ഇദ്ദേഹം മാത്രമേ ധ്യാനത്തിന് വരാത്തുള്ളൂ. വലിയ മദ്യപാനിയാണ്, കുടുംബത്തിൽ എന്നും അസ്വസ്ഥതകളാണ്, ആ ചേച്ചിനെയും പിള്ളേരെയൊക്കെ ഒത്തിരി ദ്രോഹിക്കും, പള്ളിയിൽ വരാറില്ല, അയൽക്കാരുമായിട്ട് അസ്വസ്ഥതകൾ, ഒരു കാര്യങ്ങളിലും ആരോട് സഹകരിക്കുന്നില്ല, ഇങ്ങനൊരു വ്യക്തിയാണ് എന്ന് പറഞ്ഞു. ഞാൻ ആ കുടുംബത്തെ സമർപ്പിച്ചു, പ്രാർത്ഥിച്ചു.
പ്രിയമുള്ളവരെ, അടുത്ത വീടെത്തി, അവരുടെ നിയോഗങ്ങളായി, അവരുടെ പ്രാർത്ഥനകൾ അങ്ങനെ മുന്നോട്ട് പോയി. ചൊവ്വാഴ്ച ദിനത്തിലെ ഭവന സന്ദർശനം കഴിഞ്ഞു. ഈ ചേട്ടൻ ജോലിക്ക് പോയപ്പോൾ ചേച്ചിയോടും പിള്ളേരോടും ധ്യാനത്തിന് പോയേക്കില്ലെന്നും കൂടെ പറഞ്ഞിട്ടാണ് പോയത്. പക്ഷേ ഈ ചേച്ചിക്കും പിള്ളേർക്കും വലിയ ആഗ്രഹമുണ്ട്, താല്പര്യമുണ്ട്. അവരങ്ങനെ ധ്യാനത്തിന് ചൊവ്വാഴ്ച ദിനം സായാഹ്ന ശുശ്രൂഷയ്ക്ക് വൈകുന്നേരം 6:30 മണിക്ക് അവരുടെ വീടിൻ്റെ ഒരു അല്പദൂരം മാറിയുള്ള ഒരു കൊച്ചു ഗ്രൗണ്ടിലാണ് ധ്യാനം നടക്കുന്നത്. പൗർണമിഷൻ ധ്യാനം അങ്ങനെയാണ്, നിങ്ങൾക്കറിയാമല്ലോ, കൂടിയിട്ടുള്ളവർക്കറിയാം. പള്ളിയിൽ മാത്രമല്ല, പള്ളിയിലെ വിവിധ കേന്ദ്രങ്ങളിലായിട്ട് ദൈവജനത്തിന് കടന്നു വരുവാൻ ഏറ്റവും എളുപ്പമുള്ള ഇടം നോക്കിയിട്ടാണ് ധ്യാനമൊക്കെ ക്രമീകരിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഈ ചേച്ചിയും പിള്ളേരും ധ്യാനത്തിന് വന്നു. ഈ ചേട്ടൻ ജോലിയൊക്കെ കഴിഞ്ഞ് 8:30 മണിയായപ്പോൾ വീട്ടിലെത്തി കള്ളൊക്കെ കുടിച്ച വീട്ടിലെത്തിയത്. പക്ഷേ വീട്ടിലെത്തിയപ്പോൾ വീട് അടച്ചിരിക്കുന്നു. ചേച്ചീനെയും പിള്ളേരെയും കണ്ടില്ല. ദേഷ്യമായി, ഞാൻ പറഞ്ഞത് കേൾക്കണില്ല, അനുസരിക്കണില്ല, എന്നാൽ അവക്കിട്ട് 2 എണ്ണം കൊടുക്കണം, അവളെ ഒന്ന് മര്യാദ പഠിപ്പിക്കണം. ഇങ്ങനെ ഓർത്തുകൊണ്ട് ഇദ്ദേഹം ധ്യാനം നടക്കുന്ന സ്ഥലത്തേക്ക് വരികയാണ്. പൗർണമിഷൻ ധ്യാനം കൂട്ടിയിട്ടുള്ളവർക്കറിയാം, ചൊവ്വാഴ്ച ദിനത്തിൽ പൗർണമിഷൻ ധ്യാനത്തിലൊരു ശുശ്രൂഷയുണ്ട്. അതിൻ്റെ സമാപന സമയങ്ങളിലുള്ളൊരു ശുശ്രൂഷ, ഒരു മരണാനുഭവ ശുശ്രൂഷ, ഒരു കുമ്പസാരത്തിനൊക്കെ ഒരുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മരണാനുഭവ ശുശ്രൂഷ. ഈ ശുശ്രൂഷ നടക്കുമ്പോൾ ലൈറ്റൊക്കെ ഓഫാക്കിയിട്ട ശുശ്രൂഷ. ഇപ്പോൾ ഒരു ഗ്രൗണ്ടിൽ എല്ലാവരും ഇരിക്കുന്നു, ലൈറ്റ് ഓഫാക്കി ശുശ്രൂഷ തുടങ്ങി. ഈ ചേട്ടൻ ചേച്ചിനെ വിളിക്കാനായിട്ട് ഗ്രൗണ്ടിൽ വന്നപ്പോൾ ലൈറ്റ് എല്ലാം ഓഫാക്കിയിരിക്കുക. അപ്പോൾ ശുശ്രൂഷ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നു. ചേട്ടന് ചേച്ചി എവിടെയാണെന്ന് കാണാൻ പറ്റണില്ല. തമ്പുരാൻ ഒരുക്കുന്ന ഓരോ വഴികളാട്ടോ. ചേട്ടൻ കാത്തു നിൽക്കുകയാണ്, പ്രതീക്ഷയോടെ ലൈറ്റ് തെളിയുന്നത് കാത്തു നിൽക്കുന്നു. ശുശ്രൂഷ ഇങ്ങനെ മുന്നോട്ട് പോകുന്നു. ശുശ്രൂഷയുടെ ഇടയിൽ ഞാനിങ്ങനെ പറഞ്ഞു, നിങ്ങളുടെ പാപത്തെക്കുറിച്ച് അനുദപിച്ച് നല്ലൊരു കുമ്പസാരം നടത്തിയ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കും. ദൈവത്തോട് ചേർന്ന് നിന്നാൽ നിങ്ങളുടെ ജീവിതത്തിൽ കൃപകളുണ്ടാകും, അഭിഷേകം ഉണ്ടാകും, അനുഗ്രഹം ഉണ്ടാകും. അപ്പം ഇങ്ങനെയൊക്കെ പറഞ്ഞ് ദൈവത്തിൻ്റെ ശക്തിയിൽ ആശ്രയിക്കുക, ദൈവത്തിൽ ആശ്രയിക്കുക എന്നതിനെക്കുറിച്ചൊക്കെ ഒരു ചിന്തകളൊക്കെ പകർന്നു കൊടുത്ത് ധ്യാന ശുശ്രൂഷ അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്: നിൻ്റെ ജീവിതത്തിൽ ദൈവം നിന്നെ കൈവിടുകയില്ല. നീ ദൈവത്തോട് ചേർന്ന് നിന്നാൽ ദൈവം നിന്നെ അനുഗ്രഹിക്കും, നിൻ്റെ ജീവിതം കൃപ നിറഞ്ഞതാക്കും, നഷ്ടപ്പെട്ടതെല്ലാം നിനക്ക് തരും. ഇങ്ങനെയുള്ള കാര്യങ്ങളെയൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് പറഞ്ഞാണ് 9:30 ശുശ്രൂഷ അവസാനിക്കുന്നത്. ശുശ്രൂഷ കഴിഞ്ഞു, ലൈറ്റ് ഓണാക്കി. എല്ലാവരും വീടുകളിലേക്ക് പോകുമ്പോൾ ഈ ചേച്ചിയും പിള്ളേരും നോക്കി, ഇതാ ചേട്ടനും ധ്യാനം കൂടാൻ വന്നിരിക്കുന്നു. അവർക്ക് വലിയ സന്തോഷം. പക്ഷെ ചേട്ടൻ വന്ന് ധ്യാനം കൂടാനല്ല എന്നവരറിഞ്ഞിരുന്നില്ല. അങ്ങനെ വീടെത്തി. ചേച്ചിയും പിള്ളേരും ഭക്ഷണം കഴിച്ചു, ചേട്ടനും ഭക്ഷണം കഴിച്ചു. പിറ്റേന്ന് പ്രഭാതം തൊട്ട് ഈ ചേട്ടനും ധ്യാനത്തിൻ്റെ ഭാഗമാവുകയാണ്. പ്രിയമുള്ളവർ, ഈ കാര്യങ്ങളെക്കുറിച്ചൊന്നും എനിക്ക് ആ ദിവസങ്ങളിൽ അറിവില്ലായിരുന്നു. വെള്ളിയാഴ്ച ദിനം പൗർണമിഷൻ ധ്യാനത്തിൻ്റെ സമാപന ശുശ്രൂഷ, പരിശുദ്ധാത്മ അഭിഷേക ആരാധന കഴിഞ്ഞ് ദൈവജനം ഭവനങ്ങളിലേക്ക് മടങ്ങിപ്പോകുന്നു. ഞങ്ങൾ സ്റ്റേജിൽ നിന്നിറങ്ങി പള്ളിമുറിയിലേക്ക് പോകുന്ന നേരത്ത് ഈ ചേച്ചിയും ചേട്ടനും പിള്ളേരും കൂടെ എൻ്റെ അടുത്തേക്കൊന്ന് വന്നു. എന്നിട്ട് ഈ ചേച്ചി ചോദിച്ചു, അച്ഛാ എന്നെ ഓർമ്മയുണ്ടോ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, ഓർക്കണില്ല. ചേച്ചി പറഞ്ഞു, അച്ഛൻ വീട്ടിൽ പ്രാർത്ഥിക്കാൻ വന്നപ്പോൾ ഭർത്താവ് മരിച്ചു പോകാനായി പ്രാർത്ഥിക്കാൻ പറഞ്ഞൊരു ചേച്ചീനെ ഓർക്കുന്നുണ്ടോ? ഞാൻ പറഞ്ഞു, ഓർക്കുന്നുണ്ട്. കാരണം അങ്ങനെ ഒരു നിയോഗം ഞാൻ കേട്ടിട്ടില്ല ഇതിനു മുൻപ്. അപ്പം ഞാൻ പറഞ്ഞുണ്ട്. എന്നിട്ട് ഈ ചേച്ചി ചേട്ടനെ മുന്നിലേക്ക് നിർത്തി, ഇതാ അച്ഛാ എൻ്റെ ചേട്ടൻ, പാപത്തിന് മരിച്ച് ദൈവ മകൻ്റെ സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വന്നിരിക്കുന്ന ചേട്ടൻ. പിന്നീട് സംസാരിക്കുന്നത് ഈ ചേട്ടനാ. അച്ഛാ, ഞങ്ങൾ കൂട്ടുകുടുംബമായിട്ട് ഒന്നിച്ച് സന്തോഷത്തോടെ ജീവിക്കുകയായിരുന്നു. അപ്പനും അമ്മയും സഹോദരങ്ങളും ഒക്കെ ആയിട്ട് സ്നേഹത്തോടെ ജീവിക്കുകയായിരുന്നു. ഇളയ സഹോദരങ്ങളുടെ വിവാഹം, ഏറ്റവും ഇളയ അനുജൻ്റെ വിവാഹം കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ സ്വത്ത് വിഭജിച്ചു. ആ സന്ദർഭത്തിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ഏറ്റവും മോശമായ ഭാഗമാണ്. ഒരിക്കലും ഞങ്ങളങ്ങനെ പ്രതീക്ഷിച്ചില്ല. കാരണം കുടുംബത്തിന് വേണ്ടി അധ്വാനിച്ച് കഷ്ടപ്പെട്ടതെല്ലാം ഞാനായിരുന്നു. അപ്പന് രോഗമായിരുന്നു. അപ്പോൾ കുടുംബത്തിൻ്റെ മറ്റ് സഹോദരങ്ങൾ എല്ലാ കാര്യങ്ങൾക്കും വേണ്ടി അധ്വാനിച്ചത്, കഷ്ടപ്പെട്ടത് ഞാനായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് പ്രതീക്ഷിച്ചത് കിട്ടിയില്ലെന്ന് മാത്രമല്ല, ഏറ്റവും മോശമായതാണ് കിട്ടിയത്. അങ്ങനെ വലിയ സങ്കടമായി. അങ്ങനെ ഞങ്ങളൊരു വാടക വീട്ടിലേക്ക് മാറി. പിന്നീട് എൻ്റെ അങ്ങോട്ടുള്ള ജീവിതത്തിൻ്റെ എൻ്റെ സന്തോഷമെല്ലാം നഷ്ടപ്പെട്ടു. മാതാപിതാക്കളോട് ദേഷ്യമായി, സഹോദരങ്ങളോട് വെറുപ്പായി, ജീവിതത്തോട് തന്നെ വലിയൊരു അസ്വസ്ഥതയായി. ഒരു സന്തോഷമില്ല. മദ്യപാനത്തിലേക്ക് പോയി. എൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ കാര്യങ്ങളിലും കൂടെ നിന്ന് ഇവളെ ഞാൻ ഒത്തിരി ദ്രോഹിച്ചിട്ടുണ്ട്.
മക്കളോട് സ്നേഹത്തോടെ പെരുമാറിയിട്ടില്ല. അങ്ങനെല്ലാം നഷ്ടപ്പെട്ട ഒരു ജീവിതാവസ്ഥ. പ്രാർത്ഥനയില്ല, ദൈവത്തെ നഷ്ടപ്പെട്ടപ്പോൾ, കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് മാറിയപ്പോൾ, ദേവാലയത്തിലെ ശുശ്രൂഷകളിൽ നിന്ന് മാറിയപ്പോൾ അച്ഛൻ്റെ ജീവിതത്തിൽ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഒരു സന്തോഷമില്ല, ഒരു സ്നേഹമില്ല, ഒരു ആനന്ദമില്ല. അങ്ങനെ അങ്ങ് ജീവിച്ചു പോകുന്നു, അത്രമാത്രം. പക്ഷേ ഞാൻ ഈ ശുശ്രൂഷയിൽ കടന്നു വന്നു, പ്രാർത്ഥിച്ചു. ഈ ദിനങ്ങളിൽ ധ്യാനത്തിൻ്റെ ഭാഗമായി എനിക്ക് നഷ്ടപ്പെട്ടതെല്ലാം എൻ്റെ തമ്പുരാൻ എനിക്ക് തിരികെ തന്നു. ഞാൻ ദൈവസന്നിധിയിലേക്ക് ഞാൻ മടങ്ങി വരുവാനായിട്ട് ആഗ്രഹിച്ച് കടന്നു വന്നപ്പോൾ ഇതാ എൻ്റെ ജീവിത പങ്കാളി എനിക്ക് തന്നു, എൻ്റെ മക്കളെ തന്നു. പ്രിയമുള്ളവരെ, ഈ അപ്പനുണ്ടല്ലോ, ഈ മക്കളെയൊക്കെ ഇങ്ങനെ ചേർത്ത് പിടിക്കുമ്പോൾ ഒത്തിരി നാളായി ഈ അപ്പൻ്റെ ഒരു സ്നേഹത്തിൻ്റെ സ്പർശനം ഈ കുഞ്ഞുങ്ങൾക്ക് കിട്ടിയിട്ട് അതിങ്ങളുടെ കണ്ണുകൾ നിറയുന്നുണ്ട്. ഞാൻ ആ കുടുംബത്തെ ആശീർവദിച്ച് പ്രാർത്ഥിച്ച് അവരിതാ തിരിച്ചു പോകുമ്പോൾ വലിയൊരു ദൈവാനുഗ്രഹത്തിൻ്റെ ഓർമ്മ ഇന്നും പച്ചകെടാതെ മനസ്സിൽ നിൽക്കുകയാണ്. പ്രിയമുള്ളവരെ, ഓർത്തേക്കണം, ഞാനും നിങ്ങളും ദൈവത്തിൻ്റെ പ്രിയ മകനാണ്, പ്രിയ മകളാണ്. ജീവിതത്തിൻ്റെ പല കാരണങ്ങൾ കൊണ്ട്, പാപത്തിൻ്റെ ചില ബന്ധനങ്ങൾ കൊണ്ട് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിൽ നിന്ന് ലോകാരൂപി തിന്മയുടെ സ്വാധീനം നമ്മളെ അകറ്റിയിട്ടുണ്ടെങ്കിൽ തമ്പുരാൻ പറയുക, മകനെ, ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വരുമ്പോൾ, അവിടെയാണ് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് നീ തിരിച്ചു വരുമ്പോൾ ദൈവം നിൻ്റെ ജീവിതത്തെ കൃപകളാൽ അനുഗ്രഹങ്ങളാൽ വർഷിക്കും. അപ്പം ദൈവിക സാന്നിധ്യം എന്നും നമ്മുടെ ജീവിതത്തെ ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് നയിക്കും, ദൈവ കൃപകളിലേക്ക് നയിക്കുമെന്നതിൽ യാതൊരു സംശയമില്ല. ഒരു കൊച്ചു സംഭവം കൂടെ പറയുക. ഒരിക്കലും പോട്ടയിൽ ഒരു കുടുംബം, ഒരു അപ്പനും അമ്മയും ഒരു മോളെയും കൊണ്ട് പ്രാർത്ഥിക്കാനായിട്ട് വന്നു. ഒരു തെറ്റായ ബന്ധത്തിൽ ഒരു അന്യമതത്തിൽപ്പെട്ട ഒരു വ്യക്തിയുമായിട്ട് വിവാഹം കഴിക്കാനായിട്ട് ഈ മകൾ പോവുക. അച്ഛൻ ഞങ്ങൾ എത്ര പറഞ്ഞിട്ടും കേൾക്കണില്ല. പ്രാർത്ഥിക്കാനായിട്ട് കൊണ്ടുവന്നിരിക്കുക. അപ്പം ഞാനിങ്ങനെ ഈ മോളോട് സംസാരിക്കുക. അപ്പം ഞാനിങ്ങനെയൊക്കെ ഈ കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് പോകുമ്പോൾ എൻ്റെ മനസ്സിലിങ്ങനെ ഒരു ചിന്തയുണ്ട്, നന്നായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാൻ പറ്റില്ല, ഈശോയെ സ്വീകരിക്കാൻ പറ്റില്ല, നമ്മുടെ വിശ്വാസം എല്ലാം നഷ്ടപ്പെടും. അപ്പം ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞ് മോളെ തിരിച്ചു കൊണ്ടുവരാം എന്നൊരു ചിന്തയിലാണ് ഞാൻ സത്യം പറഞ്ഞാൽ ഈ കുഞ്ഞിനോട് സംസാരിക്കാനായിട്ട് പോകുന്നത്. അപ്പം ഞാൻ അവളോട് ചോദിച്ചു, മോളെ, നീ ഇങ്ങനെ ഒരു വിശ്വാസത്തിൽ നിന്ന് മാറിപ്പോയാൽ നിനക്കിനി ഈശോയെ സ്വീകരിക്കാൻ പറ്റുമോ? എന്നിട്ട് ഈശോയെ നിനക്ക് നഷ്ടപ്പെടില്ലേ? ഇങ്ങനെയൊക്കെ ചോദിച്ചു തുടങ്ങിയപ്പോൾ അവൾ പറഞ്ഞു, അച്ഛാ, ഞാൻ 6-7 വർഷമായിട്ട് പ്രാർത്ഥനയില്ല, കുമ്പസാരമില്ല, വിശുദ്ധ കുർബാന സ്വീകരണമില്ല. 6-7 വർഷമായിട്ട് പഠനത്തിൻ്റെ ഭാഗമായിട്ട് ഹോസ്റ്റലിൽ പോയതാണ്. പിന്നെ തുടർ പഠനമായി, ജോലിയായി. ഇതാ ഈ കുഞ്ഞ് പറഞ്ഞ കാര്യം സങ്കടത്തോടെ ഞാൻ കേട്ടൊരു കാര്യമാണ്. 6-7 വർഷമായിട്ട് കുമ്പസാരിച്ചിട്ടില്ല, ഈശോയെ സ്വീകരിച്ചിട്ടില്ല. അപ്പം അതുകൊണ്ട് ഈശോയെ കിട്ടിയില്ലെങ്കിലും എനിക്കൊന്നും നഷ്ടപ്പെടാനില്ല. പ്രിയമുള്ളവരെ, വലിയൊരു സങ്കടം അത്. അപ്പം ദൈവിക സാന്നിധ്യം ഭവനത്തിൽ നിന്ന് നഷ്ടമാകുമ്പോൾ കുഞ്ഞുങ്ങളുടെ ജീവിതങ്ങൾ കടന്നു പോകുന്ന വലിയ അനുഭവങ്ങൾ, വലിയ ദുരന്തങ്ങളാണ്. ഓർക്കണം, ദൈവത്തെ കൂടാതെയുള്ള നിന്റെ ജീവിതം കൃപ നിറഞ്ഞതാവില്ല, അഭിഷേകമുള്ളതാകില്ല. ദൈവകൃപയിലേക്ക് നീ ചേർന്ന് നിന്നേക്കണം. അത് നിന്റെ അനുദിന കുടുംബ പ്രാർത്ഥനയിലൂടെ ആകണം, വചന വായനയിലൂടെ ആകണം, വിശുദ്ധ ബലിയർപ്പണത്തിലൂടെ ആകണം, കുമ്പസാരത്തിലൂടെ ആകണം. ഓർത്തേക്കണോട്ടോ, തമ്പുരാനെ മാറ്റിവെച്ചുകൊണ്ട് നീ പോയിട്ടുണ്ടെങ്കിൽ നിന്റെ ജീവിതത്തിൽ സംതൃപ്തി അനുഭവിക്കുവാനായിട്ട് നിനക്ക് സാധിക്കുകയില്ല. പല കാരണങ്ങൾ പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് മാറി നിൽക്കുന്നവരുണ്ട്. അപ്പൊ പിശാചിന്റെ വലിയൊരു പ്രലോഭനമാണത്. ദൈവത്തിൽ നിന്ന് നിന്നെ അകറ്റുക എന്നുള്ളതാണ് പാപം ചെയ്യുന്ന ഒരു മനുഷ്യനിൽ പിശാച് കുത്തിവെക്കുന്ന ആദ്യത്തെ വിഷം എന്ന് പറയുന്നത്. പ്രാർത്ഥിക്കാനായിട്ടൊരു ഇഷ്ടക്കുറവ്, ഒരു താല്പര്യക്കുറവ്, കുടുംബ പ്രാർത്ഥനയിൽ താമസിച്ചു വരുന്നു, അല്ലെങ്കിൽ കൂടുന്നില്ല. ഇനി പ്രാർത്ഥനയിൽ ഇരിക്കുകയാണെങ്കിൽ ഫോൺ ഉപയോഗിക്കുന്നു, ശ്രദ്ധയില്ലാതെ അസ്വസ്ഥപ്പെട്ടിരിക്കുന്നു. ദേവാലയത്തിൽ പോകാനായിട്ട് ഇഷ്ടമില്ല, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാൻ പോയാൽ ഏറ്റവും പുറകിൽ നിന്ന് കൂടുന്നു, ഒരു താല്പര്യമില്ലാതെ കൂടുന്നു, ഈശോയെ സ്വീകരിക്കുന്നില്ല. ഇങ്ങനെയുള്ള അവസ്ഥകൾ ഓർക്കണം, തിന്മയുടെ കെണികളാണിതെല്ലാം. തിന്മയുടെ കെണികൾ. ദൈവം ഒരുക്കുന്ന സുരക്ഷയുടെ താവളമാണ് നിന്റെ പ്രാർത്ഥനയുടെ ജീവിതം. അത് നിന്റെ കുടുംബ പ്രാർത്ഥന, വിശുദ്ധ ബലിയർപ്പണം, ഇതെല്ലാം തമ്പുരാൻ ഒരുക്കുന്ന ഒരു സുരക്ഷയുടെ താവള.
ആ ദൈവിക സംരക്ഷണ വലയത്തിൻ്റെ ഉള്ളിൽ നീ ചേർന്നിരുന്നാൽ മാത്രമേ നിന്റെ ജീവിതത്തിൽ ദൈവകൃപകൾ അനുഭവിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. ദൈവ മക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് വളരുവാനായിട്ട് സാധിക്കുകയുള്ളൂ. എൻ്റെ വീട് മലബാറിൽ താമരശ്ശേരി ചുരത്തിൻ്റെ അടിവാരത്തിൽ. ഞങ്ങളുടെ വീട്ടിൽ കാർഷിക കുടുംബം, അപ്പനും അമ്മയും ഞങ്ങൾ 3 മക്കളാണ്. അമ്മയുടെ ഒരു ആദായ മാർഗം എന്ന് പറയുന്നത് കുഞ്ഞുനാളിൽ അമ്മയ്ക്ക് ആടുണ്ട്, കോഴിയുണ്ട്. ഇതൊക്കെ അമ്മയുടെ കൊച്ചു കൊച്ചു ആദായ മാർഗങ്ങളാണ്. അപ്പോൾ ഞങ്ങൾ മക്കൾക്ക് ഓരോരുത്തർക്കും ഓരോ ഉത്തരവാദിത്വമുണ്ട്. ഓരോ ആഴ്ചയിൽ ചിലപ്പം പശുവിൻ്റെ കാര്യം നോക്കണം, ആടിൻ്റെ കാര്യം നോക്കണം, കോഴിയുടെ കാര്യം നോക്കണം. ഇതെല്ലാം ഇപ്പം എന്നെ കേൾക്കുന്ന നിങ്ങളൊക്കെ വീട്ടിൽ ചെയ്യുന്ന കാര്യം തന്നെയാണ്. അച്ഛൻ അതിനെക്കുറിച്ചൊന്ന് പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോ ആഴ്ച ഞങ്ങൾക്ക് ഓരോ ജോലിയാണ്, ഓരോ ഉത്തരവാദിത്തം. സ്കൂളിൽ പോകുന്നതിന് മുൻപും സ്കൂൾ വിട്ട് വന്നതിന് ശേഷമൊക്കെ ചെയ്യേണ്ട ഉത്തരവാദിത്തങ്ങൾ. ഇപ്പോൾ ഒരിക്കൽ ഈ 3 ഉത്തരവാദിത്തങ്ങളിൽ ഏറ്റവും എളുപ്പമുള്ളത് കോഴീനെ നോക്കുന്ന പരിപാടിയാണ്. കാരണം കൂട് തുറന്നു വിട്ടാൽ മതി, കോഴി സ്വന്തമായിട്ട് പോയി ഭക്ഷണം കഴിച്ചോളും. വൈകുന്നേരം ആ കൂടെ നടച്ചാൽ മതി, വേറെ ഒരു കുഴപ്പമില്ല. അപ്പോൾ ഒരിക്കൽ ഞാനിങ്ങനെ ഈ കോഴിയുടെ കാര്യങ്ങൾ നോക്കുന്ന സമയം, വൈകുന്നേരം കോഴിക്കൂട് അടയ്ക്കാൻ നേരത്തെ ഇങ്ങനെ സന്ധ്യ ആകുമ്പോൾ ഈ കോഴിക്കൂടിൻ്റെ വാതിൽ തുറന്ന് വെച്ച് അല്പം അരിയോ ഇച്ചിരി ഗോതമ്പൊക്കെ ഇട്ട് കൊടുക്കും. എന്നിട്ട് കോഴീനെ വിളിക്കും. അപ്പോൾ കോഴി വന്ന് ഇതൊക്കെ കൊത്തി തിന്നും, മെല്ലെ കൂടിൻ്റെ അകത്തേക്ക് കയറും. ഇതാണ് സാധാരണഗതിയിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ. അപ്പോൾ ഒരു ദിവസം ഞാനിങ്ങനെ ഈ അരിയൊക്കെ ഇട്ട് കൊടുത്ത് കോഴീനെ വിളിച്ചു. ഈ അരിയൊക്കെ കഴിച്ച് കോഴികൾ കൂടിൻ്റെ അകത്തേക്ക് കയറി. ഒരു 5-10 കോഴി ഉണ്ടതിൽ 1-2 കോഴി ഈ കൂടിൻ്റെ അകത്ത് കയറിയില്ല. ഇനിയും എന്തെങ്കിലും കിട്ടുമോ എന്ന് നോക്കി ഇങ്ങനെ പുറത്ത് നിൽക്കുക. അപ്പം ഞാൻ ഈ കോഴീനെ പിടിക്കാനായിട്ട് ചെന്നു. നാടൻ കോഴിയാണ്, പിടുത്തം തരികയല്ല. ഇപ്പോഴത്തെ കോഴിനെ പോലെയല്ല. ഇപ്പോഴത്തെ കോഴി പിടിച്ചോന്നും പറഞ്ഞ് അവിടെ ഇരിക്കും. പക്ഷേ നാടൻ കോഴി അങ്ങനെയല്ല. നാടൻ കോഴി നമുക്ക് പിടുത്തം തരില്ല. ഞാൻ ഇതിനെ പിടിക്കാൻ ചെന്നു. ഇത് കൂടിൻ്റെ ചുറ്റും ഓടി. കൂടിൻ്റെ ചുറ്റും ഓടി, വീണ്ടും കൂടിൻ്റെ ചുറ്റും മാറി, വീടിൻ്റെ ചുറ്റും ഓടാൻ തുടങ്ങി. കോഴി ഓടുമ്പോൾ പ്രത്യേകതയുണ്ട്. നാട്ടുകാരെ മൊത്തം വിളിച്ചറിയിച്ചുകൊണ്ട് കോഴി ഓടുന്നത്. അപ്പോൾ തങ്ങളുടെ പ്രിയപ്പെട്ട കോഴിക്ക് എന്ത് സംഭവിക്കുന്നു എന്നറിയാൻ കൂടിനകത്തുള്ള കോഴികൾ ഇതാ വാതിൽക്കലേക്ക് എത്തി നോക്കാൻ തുടങ്ങി. അപ്പം ഞാൻ എന്നാൽ കയറിയ കോഴി കൂട്ടിക്കിടക്കട്ടെ, കോഴിക്കൂട് അടച്ചു. ഈ കോഴീനെ വീടിൻ്റെ ചുറ്റും ഓടിച്ച് അവസാനം ഞാൻ മടുത്തു. കോഴി തൊട്ടടുത്തുള്ള കാപ്പിമരത്തിലേക്ക് പറന്നുപോയി അവിടെ ഇരുന്നു. വീടിൻ്റെ അകത്തേക്ക് ഞാൻ കയറുമ്പോൾ അമ്മ ചോദിക്കുന്ന ഒരു ചോദ്യം ഉണ്ടടാ, കോഴിയെല്ലാം കയറിയിട്ടാണ് കോഴിക്കൂട് അടച്ചത്? അമ്മ എല്ലാം കയറി എന്നാ തോന്നണമെന്ന് പറഞ്ഞ് ഞാൻ കയറി. അങ്ങനെ ആ കാര്യം വിട്ടുപോയി. തുടർന്ന് ഭക്ഷണം, കുരിശുവരെയും ഭക്ഷണം ഒക്കെ കഴിഞ്ഞു. കുറച്ച് നേരം എന്തൊക്കെ ഇരുന്ന് പഠിച്ചു. എല്ലാവരും ഒരു 10-10:30 ആയപ്പോഴേക്കും കിടന്നു ഉറങ്ങാൻ തുടങ്ങി. ലൈറ്റെല്ലാം ഓഫ് ചെയ്തു. ഇതാ വലിയൊരു ബഹളം. എന്നെ രക്ഷിക്കണേ രക്ഷിക്കണേ എന്ന് പറഞ്ഞ് കോഴി നിലവിളിക്കുക. ഈ കാപ്പിമരത്തേൽ കയറിയിരുന്ന് കോഴിയെ പിടിക്കാനായിട്ട് പാക്കാനോ കുറുക്കനോ എന്തോ വന്നു. അപ്പോൾ കോഴി നിലവിളിക്കണം. ഈ ശബ്ദം കേട്ടുകൊണ്ട് അപ്പൻ ചാടി എഴുന്നേറ്റു, ലൈറ്റിട്ടു. അമ്മയും എഴുന്നേറ്റു. എന്താണ് കോഴികൾക്ക് സംഭവിച്ചതെന്ന് നോക്കാനായിട്ട് ടോർച്ചടിച്ചുകൊണ്ട് പുറത്തേക്ക് പോണ നേരത്തെ അമ്മ നേരെ വരണം നമ്മുടെ റൂമിലേക്കാണ്. അല്ലെങ്കിൽ ഞാൻ അവനോട് ചോദിച്ചത് ആ കോഴിയെല്ലാം കയറിയിട്ടാണോ കോഴിക്കൂട് അടച്ചതെന്ന്. അന്നേരം അമ്മയുടെ മുന്നിൽ പെട്ടിട്ടുണ്ടെങ്കിൽ വലിയ സങ്കടത്തിന് ഇന്നും അത് കാരണമായി തീരുന്ന വിധത്തിലുള്ള വഴക്ക് കേൾക്കും. അപ്പം ഞാൻ മെല്ലെ പുതപ്പ് തലവഴി മൂടി ഒരു കൂർക്കം കൂടെ വലിച്ചു കൊടുത്തു. അമ്മ മെല്ലെ അപ്പൻ്റെ പിന്നാലെ കോഴിക്ക് എന്ത് സംഭവിച്ചു എന്ന് നോക്കാൻ ചെല്ലുകയാണ്. ഞാൻ ഈ പുതപ്പിൻ്റെ അടിയിൽ കിടന്ന് ഇങ്ങനെ ചിരിച്ചു. അല്ലെങ്കിലും കോഴി നിനക്ക് അങ്ങനെ വേണം. 1000 വട്ടം ഞാൻ പറഞ്ഞല്ലേ കൂട്ടിക്കയറാൻ. കൂടിൻ്റെ ഉള്ളിലുള്ള കോഴികൾ സുരക്ഷിതരാ. നമ്മൾ ആ കൂട് നിർമ്മിച്ചിരിക്കുന്നത് മറ്റ് വന്യമൃഗങ്ങളിൽ നിന്ന്, ഇഴജന്തുക്കളിൽ നിന്നൊക്കെ സംരക്ഷിക്കുന്ന വിധത്തിലാണ്. എൻ്റെ ആത്മീയ ജീവിതത്തിൽ ദൈവമൊരുക്കുന്ന സുരക്ഷയുടെ താവളമാണ് എൻ്റെ കുടുംബ പ്രാർത്ഥനയും വിശുദ്ധ ബലിയർപ്പണവും ആത്മീയ ഭക്തകൃത്യങ്ങളെല്ലാം. പലവിധ കാരണങ്ങൾ പറഞ്ഞുകൊണ്ട് ദൈവമൊരുക്കുന്ന ഈ സുരക്ഷയുടെ താവളത്തിൽ നിന്ന് ഞാൻ മാറി നിൽക്കുമ്പോൾ തിരിച്ചറിയേണ്ട വലിയൊരു യാഥാർത്ഥ്യം ഇതാണ്: തിന്മയുടെ ബന്ധനത്തിലാണ്. ദൈവപുത്ര സ്ഥാനം നഷ്ടപ്പെട്ട അവസ്ഥയിലേക്കാണ് ഞാൻ കടന്നു പോകുന്നത്. ദൈവമൊരുക്കുന്ന ഈ സുരക്ഷയുടെ താവളത്തിലേക്ക് ദൈവം ക്രമീകരിക്കുന്ന വഴികളിലൂടെ ചേർന്നു നിൽക്കുവാനായിട്ട് പരിശ്രമിക്കുമ്പോൾ ദൈവം നമ്മളെ നോക്കി പറയും, ഇവൻ എൻ്റെ പ്രിയപുത്രനാണ്, ഇവൾ എൻ്റെ പ്രിയപുത്രിയാണ്. സഖ്യവുസിനെ നോക്കി തമ്പുരാൻ പറഞ്ഞ അതേ വചനം ഇന്ന് ഈ ഭവനത്തിന് രക്ഷ കൈവന്നിരിക്കുന്നു. ഇവനും അബ്രഹത്തിൻ്റെ പുത്രനാണ്.
പ്രിയമുള്ള മാതാപിതാക്കളെ, സഹോദരങ്ങളെ, എന്നെ ശ്രവിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളോട് തമ്പുരാൻ പറയുന്ന വലിയൊരു അഭിഷേക ചിന്ത ഇതാണ്. നീ എന്ന ഒരു വ്യക്തി ദൈവസന്നിധിയിലേക്ക് തിരിച്ചു വരുവാനായിട്ട് ആഗ്രഹിച്ചിട്ടുണ്ടെങ്കിൽ, നീ മാത്രമല്ല, നീ മൂലം നിന്റെ കുടുംബം, നിന്റെ ചുറ്റുപാടുമുള്ളവര്, നിന്നെ ആശ്രയിച്ചു നിൽക്കുന്നവര് ദൈവകൃപയിലേക്ക്, ദൈവാനുഗ്രഹത്തിലേക്ക് കടന്നു വരുന്ന വലിയ അനുഭവത്തിന് നിനക്ക് സാക്ഷ്യം വഹിക്കുവാനായിട്ട് സാധിക്കും. തമ്പുരാൻ്റെ ഈ ദൈവപുത്ര സ്ഥാനത്തിലേക്ക് മടങ്ങി വരുവാനായിട്ട് തമ്പുരാൻ നമ്മളെ ഓരോരുത്തരെയും ക്ഷണിക്കുകയാണ്. വിമല സങ്കേതം എന്ന ഈ ആത്മീയ ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിലേക്ക് നമ്മളെ ചേർത്ത് വെക്കുമ്പോൾ, നമ്മൾ ജപമാലയിൽ ചൊല്ലി പ്രാർത്ഥിക്കുന്ന ഒരു പ്രാർത്ഥനയുണ്ട്. പരിശുദ്ധ അമ്മയുടെ ലുത്തിനിയായിൽ നമ്മൾ ചൊല്ലുന്നുണ്ട്, പാപികളുടെ സങ്കേതമേ. പരിശുദ്ധ അമ്മയുണ്ടല്ലോ നമ്മുടെ സങ്കേതമാ, നമ്മുടെ ആശ്രയമാ. ഒരു കൊച്ചു കുഞ്ഞ് തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അമ്മ ശാസിക്കും, ശിക്ഷിക്കും. പക്ഷേ ആ കുഞ്ഞിനെ അമ്മ ചേർത്ത് പിടിക്കും. തെറ്റ് തിരുത്താനുള്ള സ്വാതന്ത്ര്യം, അവകാശം അമ്മയ്ക്കുണ്ട്. അതിനപ്പുറം അമ്മ ഈ കുഞ്ഞിനെ ഇങ്ങനെ ചേർത്ത് പിടിക്കും. സങ്കടങ്ങളെ, ആകുലതകളെ, വിഷമങ്ങളെ തുടച്ചു മാറ്റുന്ന അമ്മയുടെ സാന്നിധ്യം പോലെ, ഭൗതിക ജീവിതത്തിലെ അമ്മയുടെ സാന്നിധ്യം പോലെ, ആത്മീയ ജീവിതത്തിൽ നഷ്ടപ്പെട്ടു പോയ ദൈവപുത്ര സ്ഥാനത്തിലേക്ക്, ദൈവമക്കളുടെ അവകാശത്തിലേക്ക് പ്രിയപ്പെട്ടവരെ പരിശുദ്ധി അമ്മ നമ്മളെ ചേർത്ത് വയ്ക്കും. പാപികളുടെ സങ്കേതമാണ്, പാപികളുടെ ആശ്രയമാണ്. പരിശുദ്ധി അമ്മ പറയുന്നു, നിന്റെ ആത്മാവിനെ എൻ്റെ രൂപപ്പെടുത്തലിനായി സമർപ്പിക്കുക. നിന്റെ ആത്മാവിനെ എൻ്റെ രൂപപ്പെടുത്തലിനായി സമർപ്പിക്കുക. പരിശുദ്ധി അമ്മ നമ്മളോട് ആഹ്വാനം ചെയ്യുകയാണ്. പരിശുദ്ധി അമ്മ തൻ്റെ ഹൃദയത്തിലേക്ക് ചേർത്ത് വയ്ക്കപ്പെടുന്ന നമ്മുടെ ആത്മാക്കളെ ഉണ്ടല്ലോ, ഈശോയുടെ സന്നിധിയിലേക്ക് വിശുദ്ധീകരിച്ച് നമ്മളെ കൊണ്ടുപോകും. ഈ ഒരു സത്യം, യാഥാർത്ഥ്യം തിരിച്ചറിഞ്ഞ് വിശ്വാസത്തോടെ നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ വ്യക്തി ജീവിതങ്ങളെ പരിശുദ്ധി അമ്മ വഴിയായിട്ട് നമുക്ക് ഈശോയ്ക്ക് സമർപ്പിക്കും. ഇന്നത്തെ നമ്മുടെ നിയോഗമായിട്ട് നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നത്, നമ്മുടെ കുടുംബ പ്രാർത്ഥനയിൽ നമ്മുടെ കുടുംബത്തിലെല്ലാവരും ഉണ്ടാകണം. ആരും മാറി നിൽക്കരുത്. പ്രിയമുള്ളവർ ഓർക്കണം കേട്ടോ, തമ്പുരാനെ കൂടാതെ നമുക്കൊന്നും നേടാനായിട്ട് പറ്റില്ല. എന്തെല്ലാം ജോലി തിരക്കുണ്ടോ, കാര്യങ്ങളുണ്ടോ, അതൊക്കെ ഒന്ന് മാറ്റിവെച്ച് കുടുംബ പ്രാർത്ഥനയിൽ നമ്മൾ കുടുംബാംഗങ്ങളെല്ലാവരും ഒന്നിച്ചുണ്ടാകണം. ഇന്നത്തെ പ്രവൃത്തിയായിട്ട് നമ്മൾ ചെയ്യുന്നത് കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇന്നത്തെ പ്രവൃത്തി നമുക്ക് ഏറ്റവും എളുപ്പമുള്ള പ്രവൃത്തിയാണ്, അല്ലേ? നമ്മുടെ വീട്ടിലൊക്കെ പ്രാർത്ഥന ഉണ്ടാകും. അപ്പോൾ കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇനി കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങളുണ്ട്. അപ്പോൾ അവർ ചിന്തിക്കും, ഞങ്ങൾ എന്നാ ചെയ്യേണ്ടതെന്ന്. അപ്പം ഞങ്ങൾക്ക് ഇന്ന് ചെയ്യാനൊരു പ്രവൃത്തിയില്ലേ? നിങ്ങൾ ചെയ്യേണ്ട പ്രവൃത്തി, ഒന്നിച്ച് പ്രാർത്ഥിക്കാത്ത കുടുംബങ്ങളെ സമർപ്പിച്ച് ദൈവത്തിൻ്റെ കൃപയാൽ അവർ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയ്ക്ക് വേണ്ടി നിങ്ങളുടെ കുടുംബ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കണം. ഒന്നും കൂടി അച്ഛൻ പറയുന്നു, ഇന്നത്തെ നമ്മുടെ പ്രവൃത്തി ഇതാണ്, കുടുംബാംഗങ്ങൾ ഒന്നിച്ച് പ്രാർത്ഥിക്കണം. കുറച്ചു നേരമാണെങ്കിൽ സാരമില്ല, ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കണം. ഇനി ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഓർക്കുക, ഇങ്ങനെ പ്രാർത്ഥിക്കാൻ സാധിക്കാത്ത, പല കാരണങ്ങൾ കൊണ്ട് സാധിക്കാത്ത കുടുംബങ്ങളെ ഒന്നിച്ച് പ്രാർത്ഥിക്കുവാനുള്ള കൃപയിലേക്ക് ഈശോയെ ചേർത്ത് വെക്കണേ എന്ന് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തോട് ചേർന്ന് പ്രാർത്ഥിച്ച് ഏറ്റവും ഭക്തിയോടെ ഈശോയുടെ കൃപ തുളുമ്പുന്ന, അനുഗ്രഹമൊഴുകുന്ന ദിവ്യകാരുണ്യ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ ഞങ്ങൾ ആരാധിച്ചിടുന്നിതാ. 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 ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനേ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനേ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനേ, ആഴിയുമൂഴിയും നിർമ്മിച്ച നാഥനേ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആത്മാവിൽ ആരാധിക്കും കർത്താവിനെ നിത്യം സ്തുതിച്ചിടും ഞാൻ. ആരാധനയ്ക്ക് യോഗ്യനേ നിന്നെ
പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. സ്വയം നോക്കിക്കൊണ്ട് പാടാം. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. ആരാധിച്ചുകൊണ്ട്. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. വിശുദ്ധീകരിക്കണേ ഞങ്ങളെ. പാപത്താൽ നിറയപ്പെട്ട എന്നെ നിന്റെ പാണിയാൽ പിടിച്ചെടുത്തു. പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി. പാവന നീളം തന്നു പാപത്തിൻ കറപൊക്കി. പാവന നീണം തന്നു പാപത്തിൻ കറപൊക്കി. പാവന നീളം തന്നു പാപത്തിൻ കറപൊക്കി. രക്ഷിച്ചതാ നിന്നെ ഞാൻ എന്നാളും ആത്മാവിൽ ആരാധിക്കും. സ്വയം നോക്കിക്കൊണ്ട് പാടട്ടെ. രക്ഷിച്ചതാൽ നിന്നെ ഞാൻ എന്നാടും ആത്മാവിൽ ആരാധിക്കും. സ്തുതിച്ചുകൊണ്ട്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടി. ഹല്ലേലൂയ 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 ഈശോയെ. ഹല്ലേലൂയ 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 ഈശോയേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ചേർന്ന് പാടിക്കേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയേ ആരാധന ഈശോയേ ആരാധന ഈശോയേ ആരാധന ഈശോയേ. ഈശോയെ നോക്കി വിളിച്ച. ഈശോ ഈശോ ഈശോയേ ഈശോ ഈശോ ഈശോ. ആവർത്തിച്ച് ഈശോയെ വിളിക്കട്ടെ. ഈശോ ഈശോ ഈശോയേ ഈശോ ഈശോ. ഒരിക്കൽ കൂടി ഈശോയെ നോക്കിക്കൊണ്ട്. ഈശോ ഈശോ ഈശോയേ ഈശോ ഈശോ ഈശോയേ ഈശോ ഈശോ ഈശോയേ ഈശോ ഈശോ. അധരങ്ങളിൽ ഹൃദയത്തിൽ യേശുനാമം രക്ഷയുടെ നാമം സ്വതമേ ഓരോരുത്തരെ സൗഖ്യപ്പെടുത്തുന്ന വിശുദ്ധീകരിക്കുന്ന നിമിഷങ്ങള് എന്റെ നാമം ഏറ്റു പറയുന്നിടത്ത് ഇതാ ഞാൻ നിന്റെ വചനത്തിന്റെ അഭിഷേകത്താൽ നിറയ്ക്കും. ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. ഇന്നലെയും ഇന്നും എന്നും ഒരുവനായ ഈശോയെ ഞങ്ങളങ്ങെ ആരാധിക്കുന്നു. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ ഈശോയെ ആരാധന ഈശോയെ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ. അധരം തുറന്ന് ഹൃദയം തുറന്ന് ഈശോയെ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിമിഷങ്ങള് കൃപയുടെ നിമിഷങ്ങള് അനുഗ്രഹത്തിന്റെ നിമിഷങ്ങള്. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന ഈശോയെ മഹത്വം. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. പരിശുദ്ധനെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ ഹല്ലേലൂയ. കരങ്ങൾ കൂപ്പി അൽത്താരയിൽ നമ്മളെ അനുഗ്രഹിക്കുവാൻ എഴുന്നള്ളി വന്നിരിക്കുന്ന പൊന്നു തമ്പുരാനെ നോക്കി ശിരസ് നമിച്ച് പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങളെ പേര് ചൊല്ലി വിളിച്ച് അനുഗ്രഹിക്കുന്ന പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നീ എൻ്റെ പ്രിയ മകനെന്ന് നീ എൻ്റെ പ്രിയ മകളെന്ന് പറഞ്ഞ് വാത്സല്യത്തോടെ എന്നെ ചേർത്ത് പിടിക്കുന്ന എൻ്റെ പരിശുദ്ധ പരമ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രാർത്ഥനയോടെ സ്വസ്ഥാനങ്ങളിൽ നമുക്കിരിക്കാം. സോയിൽ പ്രിയപ്പെട്ടവരെ, കർത്താവ് നമ്മൾ ഒത്തിരി അനുഗ്രഹിക്കുന്ന നിമിഷങ്ങളാണ്. നിങ്ങളെ സങ്കേതം ഈ പ്രാർത്ഥന ശുശ്രൂഷയിലൂടെ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി പ്രാർത്ഥിക്കുന്ന ഈ ദിനങ്ങളിൽ ഇതാ അമ്മ നമുക്ക് വേണ്ടി ഈശോയുടെ പക്കലിരുന്ന് മാധ്യസ്ഥം അപേക്ഷിക്കുന്നുണ്ട്. എൻ്റെ പ്രിയ മകനെ, എൻ്റെ പ്രിയ മകളെ കാത്തുകൊള്ളണമേ എന്ന് പരിശുദ്ധ അമ്മ നമുക്ക് വേണ്ടി മാധ്യസ്ഥം അപേക്ഷിക്കും. ഉറപ്പാ. വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചോട്ടോ. ഈശോയുടെ വലിയ ഇടപെടൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതങ്ങളിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റുമോ? ഈശോ ആരെയും തള്ളിക്കളയുന്നവനല്ല.
സ്വർഗം നമ്മളെ നോക്കി പറയാൻ ആഗ്രഹിക്കുന്ന വാക്കുകളാണ്, നീ എൻ്റെ പ്രിയ മകനാട്ടോ, നീ എൻ്റെ പ്രിയ മകളാ. ഈശോയുടെ ജ്ഞാനസ്നാന വേളയിൽ സ്വർഗം തുറന്ന് പരിശുദ്ധാത്മാവിൻ്റെ നിറവ് കടന്നു വന്നപ്പോൾ പിതാവായ ദൈവത്തിൻ്റെ വാക്കുകൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവനിൽ ഞാൻ സംപ്രീതനായിരിക്കുന്നു. നമ്മുടെ ഈ ജ്ഞാനസ്നാന വേളയിൽ ഇതേ വാക്കുകൾ, ഇവൻ എൻ്റെ പ്രിയപുത്രൻ, ഇവളെൻ്റെ പ്രിയപുത്രി. ഈശോയുടെ പ്രിയപ്പെട്ടവരാ ഞാൻ നിങ്ങൾ. ആ തമ്പുരാൻ ഇന്നത്തെ വചനത്തിലൂടെ നമ്മെ ഓർമ്മപ്പെടുത്തി, നീ ഒരു അനുഗ്രഹമാട്ടോ, നീ അബ്രഹത്തിന്റെ മകനാ, അനുഗ്രഹമുള്ളവനാ നീ. സഖേവുസിനെ അവനായിരുന്ന ജീവിതാവസ്ഥയിൽ നിന്നും, പാപത്തിൻ്റെ ബന്ധനങ്ങളുടെ അസ്വസ്ഥതകളുടെ അവസ്ഥയിൽ നിന്നും എടുത്തു മാറ്റി അബ്രഹത്തിന്റെ മകനെന്ന തലത്തിലേക്ക് ഉയർത്തിയ അതേ ഈശോ ഇതാ ഈ അൽത്താരിൽ എഴുന്നള്ളിയിരിക്കുന്നു. ചേർന്ന് പറഞ്ഞേ ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. വിശ്വാസത്തോടെ ഈ നിമിഷം പ്രാർത്ഥിച്ചോട്ടോ. ഈശോയുടെ വലിയ ഇടപെടല്, വിശുദ്ധീകരിക്കുന്ന സ്നേഹമായി ഈശോ നമ്മിലേക്ക് എഴുന്നള്ളി വരുന്ന നിമിഷങ്ങളാണ്. പാപമൊരു ചതിയായി കടന്നു വന്ന് ദൈവത്തിൻ്റെ പ്രിയമകനെന്ന പ്രിയമകളെന്ന തലത്തിൽ നിന്ന് നമ്മെ അകറ്റുമ്പോൾ ഈശോ ഇതാ ഇന്ന് നമ്മളോട് സ്നേഹത്തോടെ പറയുന്ന ഒരു വചനം ഇതാണ്. വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിലൂടെ ഈശോ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാ, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നഷ്ടമായിരിക്കുന്നു, നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നഷ്ടമായിരിക്കുന്നു. അതെവിടെ നിന്നാണ് നഷ്ടപ്പെട്ടതെന്ന് തിരിച്ചറിഞ്ഞ് വീണ്ടും ആദ്യ സ്നേഹത്തിലേക്ക് മടങ്ങി വരുവനെന്ന് വെളിപാടിൻ്റെ പുസ്തകം 2-ാം അധ്യായത്തിൻ്റെ 4-ാം തിരുവചനത്തിലൂടെ ഈശോ ഓർമ്മപ്പെടുത്തുകയാണ്. നിനക്ക് ആദ്യമുണ്ടായിരുന്ന സ്നേഹം നഷ്ടമായി. പാപം നമ്മളെ ഉണ്ടല്ലോ ദൈവത്തിൽ നിന്ന് അകറ്റും. പ്രാർത്ഥിക്കുവാൻ താല്പര്യമില്ല, കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കുവാൻ ഇഷ്ടമില്ല, ദേവാലയത്തിൽ പോയാൽ ഏകാഗ്രതയോടെ അല്ല വിശുദ്ധ ബലി അർപ്പിക്കുന്നു. ഇങ്ങനെയുള്ള ദൈവീക ബന്ധത്തിൽ നിന്ന് പാപം നമ്മളെ അകറ്റുമെന്ന് ഈശോ നമുക്ക് ഇന്നത്തെ ശുശ്രൂഷകളിലൂടെ കാണിച്ചു തന്നു. ഈശോയെ, ഞങ്ങളെ ഓരോരുത്തരെയും വിശുദ്ധീകരിക്കണമേ. പാപത്തിൻ്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ദൈവമക്കളുടെ സ്വാതന്ത്ര്യത്തിലേക്ക് ഞങ്ങളെ കൈപിടിച്ച് നയിക്കണമേ. പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം തേടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈശോയെ, നിന്റെ കൃപകളാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്മ ചെയ്യണമെന്ന് ഞങ്ങളെ ഓർമ്മപ്പെടുത്തുന്ന നിന്റെ പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം, തിന്മയിൽ നിന്നും അകന്നു നിൽക്കുവാൻ ജ്ഞാനം നൽകണമേ. ഒരു കണി പോലെ ഞങ്ങളിലേക്ക് കടന്നു വരുന്നു തിന്മയുടെ ബന്ധനങ്ങളിൽ അകന്നു നിൽക്കുവാൻ ജ്ഞാനം നൽകണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പരിശുദ്ധാത്മാവെ, ഞങ്ങളെ വഴി നടത്തണമേ. ഞങ്ങളിലുള്ള എല്ലാ അന്ധകാരവും എടുത്തു മാറ്റി ഞങ്ങളുടെ ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ ആത്മാവായ ദൈവമേ ഞങ്ങളിലേക്ക് കൃപയായി അഭിഷേകമായി എഴുന്നള്ളി വരണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങളൊന്ന് മടിയിൽ തുറന്നു വെച്ച്, ഞാൻ നിങ്ങളെ അനാഥരായി വിടുകയില്ല. എൻ്റെ പരിശുദ്ധാത്മാവിനെ ഞാൻ നിങ്ങളിലേക്ക് അയക്കും. പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ എല്ലാ കാര്യങ്ങളും നിങ്ങളെ പഠിപ്പിക്കും, നിങ്ങളെ ശക്തിപ്പെടുത്തും. ഞാൻ പറഞ്ഞിട്ടുള്ളതെല്ലാം നിങ്ങളെ ഓർമ്മപ്പെടുത്തി തരും. പരിശുദ്ധാത്മാവേ, ഭവനാത്മാവേ, ഞങ്ങളിലേക്ക് എഴുന്നള്ളി വരണമേ. ഞങ്ങളെ വിശുദ്ധീകരിക്കണമേ. പ്രിയമകനായി പ്രിയമകളായി ഈശോയുടെ സ്വന്തമാക്കി ഞങ്ങളെ രൂപാന്തരപ്പെടുത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ചേർന്ന് പാടട്ടെ. ഭവനാത്മാവേ, നീ വരയണമേ. നോക്കിക്കൊണ്ട് ആഗ്രഹത്തോടെ പാടിക്കേ. ആഗ്രഹത്തോടെ സ്വരം ഉയർത്തി ഒരിക്കൽ കൂടി. മണി കോവിൽ
ഹൃദയത്തോട് ചേർത്തൊന്ന് കണ്ണുകൾ അടയ്ക്കുമ്പോൾ ഇത് വചനത്തിൽ നാം കാണുന്നു. ഈശോ അന്ധന്റെ കണ്ണുകളിൽ സ്പർശിച്ചു. അവനോട് ചോദിച്ചു, നീ ഇപ്പോൾ കാണുന്നുണ്ടോ? അവൻ പറഞ്ഞു, ഞാൻ മനുഷ്യരെ കാണുന്നു, പക്ഷെ അവർ മരങ്ങളെ പോലെ ഇരിക്കുന്നു. അവ്യക്തമായ കാഴ്ചകള്. വീണ്ടും ഈശോ അവന്റെ കണ്ണുകളിൽ സ്പർശിച്ചു. അവന് വ്യക്തമായി കണ്ടു. ദിവികാരുണ്യ ഈശോയെ, നിങ്ങളുടെ പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങളിലെ അന്ധകാരം എടുത്തു മാറ്റണമേ. എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന്, പാപത്തിന്റെ എല്ലാ തിന്മയുടെ എല്ലാ സ്വാധീന വലയങ്ങളിൽ നിന്നും പരിശുദ്ധാത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ഇരുളടഞ്ഞ വഴികളെ നീ പ്രകാശപൂരിതമാക്കണമേ. വിശുദ്ധിയുള്ള ഒരു ജീവിതം നയിക്കുവാൻ ആത്മാവിന്റെ പ്രകാശത്താൽ ഞങ്ങളെ നീ കൈപിടിച്ച് നയിക്കണമേ എന്ന് ആഗ്രഹത്തോടെ ചേർന്ന് പാടി പ്രാർത്ഥിക്കുന്നു. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. പഠിക്കേ. നിൻ പ്രകാശത്തിൻ രശ്മിയാലെന്റെ അന്ധകാരമകറ്റണേ. എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണേ ഈശോയെ. നിന്റെ ചൈതന്യ ശോഭയാലുള്ള സുന്ദരമാക്കി തീർക്കണേ. സുന്ദരമാക്കി കരങ്ങൾ ഈശോയിലേക്ക് നീട്ടി സ്വരമുയർത്തി എല്ലാവരും പാടട്ടെ. നീ വരേണമേ മാനസമണി കോവിലിൽ. ആഗ്രഹത്തോടെ പാടിക്കേ. നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം. ഒരിക്കൽ കൂടി സ്വരമുയർത്തി പ്രാർത്ഥനയോടെ. പാവനാത്മാവേ നീ വരേണമേ മാനസമണി കോവിലിൽ. നായക ഞങ്ങൾ നാവിനാലങ്ങി സ്നേഹസംഗീതം പാടും. പ്രാർത്ഥനയോടെ കരങ്ങൾ കൂപ്പി ഈശോയെ നോക്കുമ്പോൾ, ഈശോയെ അങ്ങയുടെ പരിശുദ്ധാത്മാവ് വന്നു കഴിയുമ്പോൾ ഞങ്ങളുടെ ബുദ്ധിക്ക് പ്രകാശം നൽകും, ഞങ്ങൾക്ക് സൗഖ്യം നൽകും, മനസ്സിന്റെ ശരീരത്തിന്റെ രോഗങ്ങളിൽ നിന്ന് സൗഖ്യം നൽകും. ഈ നിമിഷം ഇതാ ദിവികാരുണ്യ ആരാധനയുടെ സാന്നിധ്യത്തിൽ അനുഗ്രഹത്തിന്റെ നിമിഷങ്ങള്, പരിശുദ്ധാത്മാവിന്റെ കൃപയൊഴുകുന്ന നിമിഷങ്ങള്. രോഗമുള്ള ഭാഗങ്ങളില് എല്ലാവരും, നിങ്ങൾക്ക് രോഗമുള്ള ഭാഗങ്ങളില് ആ കരങ്ങളൊന്ന് ചേർത്ത് വെച്ച്, ശിരസിലാണെങ്കിൽ ശിരസോട് ചേർത്ത് കൈയൊന്ന് വെച്ച് രോഗമുള്ള സൗഖ്യമാക്കുന്ന നിമിഷങ്ങളാ. ഏത് മേഖലയിലാണ്, ശരീരത്തിന്റെ ഏത് ഭാഗത്താണ് രോഗമുള്ളത്, ആ മേഖലയിൽ കരമൊന്ന് ചേർത്ത് വെച്ച് പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ദിവികാരുണ്യനാഥൻ ഇതാ നമ്മിലേക്ക് ചൊരിയുന്ന നിമിഷത്തില് ആഗ്രഹത്തോടെ പ്രാർത്ഥിച്ച്, രോഗമുള്ളവ സൗഖ്യമാക്കണമേ. ഞങ്ങളുടെ ഭീതികള്, അസ്വസ്ഥതകള്, ആകുലതകള്, സങ്കടങ്ങള്, പ്രയാസങ്ങള്, മനസ്സിന്റെ ഭാരങ്ങള് എടുത്തു മാറ്റണമേ ഈശോ എന്നുള്ള ആഗ്രഹത്തോടെ എല്ലാവരും പാടി പ്രാർത്ഥിക്കുന്നു. രോഗമുള്ളവ സൗഖ്യമാക്കണേ. രോഗമുള്ളവൻ സൗഖ്യമാക്കുക, ഭീതിയിൽ ധൈര്യം നൽകുക. എല്ലാ രോഗമേഖലകളെ സമർപ്പിച്ച് പാടട്ടെ. ശരീരത്തിന്റെ എല്ലാ രോഗങ്ങളും ഒരിക്കൽ കൂടി മനസ്സിന്റെ ഭാരങ്ങളെ, സങ്കടങ്ങളെ. രോഗമുള്ളവൻ സൗഖ്യമാക്കുക, ഭീതിയിൽ എല്ലാ സങ്കടങ്ങളും ഈശോയെ എടുത്തു മാറ്റണേ. പ്രാർത്ഥിച്ചേ. പ്രാർത്ഥിക്കുവാൻ തീക്ഷ്ണത നൽകണമേ. ആറിപ്പോയതിനെ, ആറിപ്പോയതിൽ ചൂടു നൽകുക, വാടുന്നേതും നനയ്ക്കുക, വാടുന്നേതും ഇരുകരങ്ങളും ഈശോയിലേക്ക് നീട്ടി സ്വരമുയർത്തി പ്രാർത്ഥിച്ചേ. ആത്മാവിനെ നിറയ്ക്കണേ. അനുഗ്രഹത്തിന്റെ അഭിഷേകത്തിന്റെ നിമിഷങ്ങള്. ഹൃദയത്തിൽ അതരത്തിൽ സ്തുതിച്ച് പ്രാർത്ഥിച്ച് പാടിക്കട്ടെ. വിശുദ്ധീകരിക്കുന്ന സമയമാണ്.
ഇതാ ഈശോയെ സ്തുതിച്ച് പ്രാർത്ഥിക്കുമ്പോൾ നമ്മുടെ ബന്ധനങ്ങളെയും പാപത്തിന്റെ ബന്ധനങ്ങള് പാപത്തിന്റെ കെട്ടുകളഴിയുന്ന സമയങ്ങളാ എല്ലാവരും പാടട്ടെ ഈശോയാരാധന സ്തുതിച്ചെന്ന് പ്രാർത്ഥിച്ചേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ സ്തുതിക്കട്ടെ. ഹല്ലേലൂയ 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 സ്തുതിക്കട്ടെ. ഈശോയെ പാപത്തിന്റെ എല്ലാ ബന്ധനങ്ങളിൽ നിന്ന് ദൈവ സാന്നിധ്യത്തിൽ അകന്നു പോകുന്ന എല്ലാ തിന്മയുടെ ബന്ധനങ്ങളിൽ നിന്ന് ദൈവത്തിന്റെ പ്രിയ മകന്റെ മകളുടെ തലത്തിൽ അകന്നു പോകുന്ന എല്ലാ പാപബന്ധനങ്ങളിൽ നിന്ന് വിടുതൽ നൽകണമേ, മോചനം നൽകണമേ. ഹല്ലേലൂയ 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 ഹല്ലേലൂയ. ഈശോയെ ആരാധന. ഹല്ലേലൂയ ഹല്ലേലൂയ പ്രാർത്ഥനയോടെ നമ്മുടെ പൊന്നു തമ്പുരാനെ നോക്കിക്കേ. നമ്മൾ വിശുദ്ധീകരിച്ച് നമ്മളെ അനുഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ഈ നിമിഷങ്ങളിൽ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഇതിൻ്റെ എല്ലാ പ്രാർത്ഥനകളെ നിയോഗങ്ങളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കാൻ പോവുകയാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങൾ പ്രാർത്ഥന നിയോഗം ഒത്തിരി അയക്കുന്നുണ്ട്. ശലോം കൂട്ടായ്മയുടെ മധ്യസ്ഥ പ്രാർത്ഥനയിൽ ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ. നിങ്ങളുടെ എല്ലാ നിയോഗങ്ങളെയും നിങ്ങൾക്ക് എഴുതി അറിയിക്കാം. നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ദിവസങ്ങളിൽ മധ്യസ്ഥ പ്രാർത്ഥനയിൽ പ്രാർത്ഥിക്കുന്നുണ്ട്. അപ്പം എല്ലാ ദിവസവും ആരാധനയിൽ ഈശോയുടെ പക്കലേക്ക് ഈ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഇതാ ഈ നിമിഷം നിങ്ങൾ ഇന്നേ ദിനം സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന നിയോഗം ഒന്ന് മനസ്സിലോർത്തേ. ഒരുപക്ഷെ നിങ്ങൾക്ക് ഇങ്ങോട്ട് എഴുതി അയക്കാൻ പറ്റിയിട്ടില്ല, സാരമില്ല. ആ നിയോഗങ്ങളെ ഓർത്തോ. ഇവിടെ അയച്ചിട്ടുള്ള നിയോഗങ്ങൾ, ഏതാനും നിയോഗങ്ങൾ അച്ഛനൊന്ന് എടുത്ത് പറയുന്നു. ആ നിയോഗങ്ങളും ഒപ്പം നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായ കുടുംബത്തിൻ്റെ നിയോഗങ്ങൾ പരിശുദ്ധ അമ്മ വഴി നമ്മൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കിടപ്പ് രോഗികളെ സമർപ്പിച്ച്, ഭവനത്തിൽ ശാരീരികമായിട്ടുള്ള രോഗങ്ങൾ, പ്രത്യേകിച്ച് വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ കിടപ്പ് രോഗികളായിട്ടുള്ള നമ്മുടെ അപ്പച്ചമാരമ്മച്ചിമാരൊക്കെ ഉണ്ട്. അവരെ ഒരു നിമിഷം ഒന്ന് സമർപ്പിക്കാൻ പ്രാർത്ഥിക്കുക. ശുശ്രൂഷയിൽ പങ്കെടുക്കുന്ന നിങ്ങളുടെ ഭവനങ്ങളിൽ വാർദ്ധക്യ സഹജമായ രോഗങ്ങളാൽ ക്ലേശിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സമർപ്പിച്ച് അവരെ ശുശ്രൂഷിക്കുന്ന കുടുംബാംഗങ്ങളെ കൂടെ ഓർക്കണം കേട്ടോ. വലിയൊരു ദൈവാനുഗ്രഹം. മാതാപിതാക്കളെ സ്നേഹത്തോടെ ശുശ്രൂഷിക്കുന്ന മക്കള് ഈശോയെ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. മനസ്സിൻ്റെ അസ്വസ്ഥതകൾ മാറ്റണമേ. രോഗങ്ങളുണ്ടെങ്കിലും ഈശോയെ അവരെ ശുശ്രൂഷിക്കുന്ന കരുതലോടെ നോക്കുന്ന എല്ലാവരെയും അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചേ. പ്രിയമുള്ളവരെ, മറ്റൊരു വലിയൊരു ഏതാനും പേര് അയച്ചിട്ടുള്ളൊരു പ്രാർത്ഥന നിയോഗമാണ് മദ്യപാനത്തിൽ നിന്ന് ഞങ്ങളുടെ കുടുംബങ്ങളെ രക്ഷിക്കണേ എന്ന്. നമ്മുടെ കുടുംബങ്ങളിൽ ഒരു മദ്യപാനത്തിൻ്റെ വലിയൊരു ദുശീലം ഉണ്ടെങ്കിൽ ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടോ. കർത്താവിൻ്റെ വലിയൊരു വിടുതൽ ഈ 33 ദിനങ്ങളിൽ ശുശ്രൂഷകളിലൂടെ നമ്മുടെ ഭവനത്തിൽ മദ്യപാനത്തിൽ നിന്ന് വലിയൊരു മോചനം ലഭിക്കാനായിട്ട് പ്രത്യേകമായിട്ട് പ്രാർത്ഥിച്ചേ. പ്രിയമുള്ളവരെ, വേറൊരു നിയോഗം അയച്ചു വന്നിരിക്കുന്ന വലിയൊരു നിയോഗമാണ് കുഞ്ഞുങ്ങളില്ലാത്ത ദമ്പതികളെ ഒന്ന് സമർപ്പിച്ച് പ്രാർത്ഥിക്കട്ടെ. പ്രത്യേകിച്ച് നമ്മുടെ ഭവനങ്ങളിൽ ഈ ശുശ്രൂഷയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന നിങ്ങളുടെ കുടുംബങ്ങളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് മക്കളില്ല, അല്ലെങ്കിൽ നിങ്ങൾ അറിയുന്നവർ നിങ്ങളോട് പ്രാർത്ഥന ചോദിച്ചിട്ടുള്ള വലിയൊരു സങ്കടമാണല്ലോ. പരിശുദ്ധ അമ്മേ, ഈശോയുടെ അമ്മേ, മക്കളില്ലാത്ത എല്ലാ ദമ്പതികളെയും അമ്മയുടെ മാധ്യസ്ഥത്തിലേക്ക് ചേർത്ത് വെച്ച് ഈശോയുടെ സന്നിധിയിലേക്ക് സമർപ്പിക്കുക. അമ്മ ആ കുടുംബങ്ങൾക്ക് വേണ്ടി മാധ്യസ്ഥ അപേക്ഷിക്കണേ, സമർപ്പിച്ചേ, പ്രാർത്ഥിച്ചേ. ഒപ്പം തന്നെ കുടുംബ പ്രാർത്ഥനയിൽ പല കാരണങ്ങൾ പറഞ്ഞ് കുടുംബ പ്രാർത്ഥനയിൽ പങ്കെടുക്കാതെ മാറി നിൽക്കുന്ന കുടുംബാംഗങ്ങളെ സമർപ്പിച്ചൊന്ന് പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ നിയോഗമുണ്ട്. ഈശോയെ സമർപ്പിച്ച് പ്രാർത്ഥിക്കും. കുടുംബ പ്രാർത്ഥനയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന കുടുംബം ഒന്നിച്ച് പ്രാർത്ഥിക്കുവാൻ, ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ, കുടുംബം ഒന്നിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കുവാനുള്ള വലിയൊരു കൃപ നൽകണമേ, അഭിഷേകം നൽകണേ എന്ന് പ്രാർത്ഥിച്ച് ഈ നിയോഗങ്ങളൊക്കെ ഈ തമ്പുരാൻ്റെ ദിവികാരുണ്യ ഈശോയുടെ ആരാധനയിലേക്ക് അച്ഛൻ ചേർത്ത് വെച്ചേക്കുക. നിങ്ങളുടെ നിയോഗങ്ങൾ അയക്കുന്നതെല്ലാം ഇവിടെ ചേർത്ത് വെച്ച് പ്രാർത്ഥിക്കുക കേട്ടോ. കരങ്ങളൊന്ന് കുപ്പിപ്പിടിച്ചോ, കണ്ണുകളടച്ചോ. നിങ്ങളുടെ നിയോഗങ്ങൾ ഒരിക്കൽ കൂടി ഒന്ന് മനസ്സിലോർത്ത് ഈശോയെ നിന്റെ കൃപ തുളുമ്പുന്ന ആശീർവാദം സ്വീകരിക്കുവാനായിട്ട് ഞങ്ങൾ ഒരുങ്ങുമ്പോൾ, പരിശുദ്ധ അമ്മ വഴിയായിട്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ഞങ്ങളുടെ എല്ലാ നിയോഗങ്ങളിലും നിന്റെ അനുഗ്രഹം ഉണ്ടാകണമേ, ആശീർവദിക്കണമേ. കർത്താവ്, ഇവിടെ അയക്കപ്പെട്ടിട്ടുള്ള എല്ലാ നിയോഗങ്ങളെയും ചേർത്ത് വയ്ക്കുന്നു. ഓരോരുത്തരുമായിരിക്കുന്ന ജീവിതങ്ങളിൽ
അവർക്ക് ആവശ്യമുള്ള കൃപകൾ നൽകണമേ. എല്ലാറ്റിലുപരി അല്പം കൂടെ അങ്ങയുടെ പ്രിയ മക്കളായി, പ്രിയ മകനായി, പ്രിയ മകളായി ജീവിക്കുവാൻ അനുഗ്രഹിക്കണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കരങ്ങൾ കൂപ്പി മുട്ടിന്മേലായിരുന്ന് ദിവികാരണീശോയുടെ ആശീർവാദം നമുക്ക് സ്വീകരിക്കാം. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കരകളിൽ നിന്നും മർത്യനു നീ മോചനമേകി. സകലേശാദിവ്യ കടാക്ഷം തൂഗണമേ വത്സലസുധരേ, നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഇന്നത്തെ പ്രവൃത്തി: കുടുംബാംഗങ്ങൾ ഒന്നിച്ചിരുന്ന് പ്രാർത്ഥിക്കുക. ഒന്നിച്ചു പ്രാർത്ഥിക്കാൻ കഴിയാത്ത കുടുംബങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങളുടെ പ്രാർത്ഥനാ നിയോഗങ്ങൾ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നതിനായി വിമല സങ്കേതം എന്ന് ടൈപ്പ് ചെയ്ത് നിയോഗത്തോടുകൂടി 9605818881 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക.